കൊച്ചി പനങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ സാഹസികമായി പിടികൂടി സംശയാസ്പദമായി കണ്ടെത്തിയ കണ്ടെയ്നറിൽ നിന്ന് പിടികൂടിയ 3 രാജസ്ഥാൻ സ്വദേശികളിൽ ഒരാളാണ് ചാടിപ്പോയത്. കാർ കടത്തിക്കൊണ്ടുവരുന്നു എന്ന സംശയത്തിലാണ് കണ്ടെയ്നർ പിടികൂടിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ദുരൂഹതകൾ ഉൾപ്പെടെ നിൽക്കുന്നുണ്ടോ? വലിയ ദുരൂഹതകളാണ് ഇതിൽ നിൽക്കുന്നത്. കാരണം നമ്മൾ ഈ കേസൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഗുരുവായൂർപ്പള്ളിയിൽ നിന്നും ഇന്നലെ ഒരു കാറ് മോഷണം പോവുകയാണ്. ആ തമിഴ്നാട് പോലീസ് കേരള പോലീസിനൊരു നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു അറിയിപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു കാർ ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്, അത് കേരളത്തിലേക്കാണ് കടത്തിയിരിക്കുന്നത്. കേരളത്തിലേക്ക് കടത്തിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും മോഷണങ്ങൾക്ക് ആ കാർ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതൊരു കണ്ടെയ്നറിലാണ് കൊണ്ടുപോകുന്നത്. രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നറിലാണ് ഈ കാർ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളൊരു അറിയിപ്പാണ് പോലീസിന് കൊടുക്കുന്നത്. ഈ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരള പോലീസ് പരിശോധനകൾ ആരംഭിച്ചു. ആ പരിശോധനകൾക്കൊടുവിൽ നെട്ടൂര് വെച്ച് ഒരു കണ്ടെയ്നർ പോലീസ് പിടികൂടുകയാണ്. ആ കണ്ടെയ്നർ നമ്മളിപ്പോൾ നിൽക്കുന്ന പനങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ കണ്ടെയ്നർ പനങ്ങാട് പോലീസാണ് പിടികൂടുന്നത്. ഇന്ന് പുലർച്ചെ 4:30 ഈ കണ്ടെയ്നർ പിടികൂടുന്നത്. അപ്പോൾ ആ കണ്ടെയ്നറിൽ 3 പേരുണ്ടായിരുന്നു. ഈ 3 പേര് ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കണ്ടെയ്നറിലായിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ പോലീസ് കൊടുത്ത നമ്പറായിരുന്നു. ഈ അതേ കണ്ടെയ്നറിൻ്റെ നമ്പർ തന്നെയാണ് പോലീസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ ലോറിയിൽ ഈ കാർ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ 3 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ആ കണ്ടെയ്നറാണ് നമ്മൾ കാണുന്നത്. ആ കണ്ടെയ്നർ ഇവിടെ എത്തിച്ച് പരിശോധിച്ചു കഴിഞ്ഞു. ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതിനകത്ത് കാറില്ലായിരുന്നു. അപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഈ കാർ ഇവിടെ നിന്ന് മറ്റെങ്ങടെങ്കിലും മാറ്റിയിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇറക്കിയിരിക്കാം. ഈ കാണുന്നതാണ് കണ്ടെയ്നർ ലോറി. ഇതിലാണ് കാർ കടത്തിയെന്ന് പോലീസ് സംശയിക്കുന്നത്. സ്വാഭാവികമായും മരട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പനങ്ങാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ അന്വേഷണം ശക്തമാക്കുന്നു. ഈ കണ്ടെയ്നർ ലോറി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇതിൽ 3 പേര് ആ സമയത്തുണ്ടായിരുന്നു. ആ 3 പേരെയും ഇവിടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. ആ 3 പേരെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരാൾ പറയുന്നു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന ഒരാശങ്ക അയാൾ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ഇയാളെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. പക്ഷേ അതിനിടയിൽ അയാൾ അവിടുത്തെ ജനൽ ചില്ല് തകർത്ത് രക്ഷപ്പെടുകയാണ്. ആ രക്ഷപ്പെട്ട ആളെ പോലീസ് പിന്നീട് അയാളെ അവിടെ നിന്നും പിടികൂടി തിരികെ കൊണ്ടുവരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ പോലീസിനുള്ളൊരു സംശയം, ഗുരുവായൂർപ്പള്ളിയിൽ ഇത്തരത്തിൽ കാറുകൾ കടത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും മഹാരാഷ്ട്ര തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇങ്ങനെ പ്രത്യേക സംഘങ്ങളുണ്ട്. അവർ നടത്തുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ATMകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മോഷണം നടത്തുക. അതും ഇത്തരത്തിൽ റോബറി, മോഷണം നടത്തിക്കൊണ്ടുവരുന്ന കാറുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇവർ മോഷണം നടത്തുന്നത്. മുൻപ് തൃശ്ശൂരിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന കാറിൽ ഒരു മോഷണം നടത്തുന്നു. ആ മോഷണം പിന്നീട് പോലീസ് അന്വേഷിച്ചു പോയപ്പോൾ കാണുന്നത് അവിടെ ആ കാറിൻ്റെ ഉടമ പോലീസിൽ മുന്നേ പരാതി നൽകിയിരുന്നു. തൻ്റെ കാറ് മോഷണം പോയതായി പരാതി നൽകിയിരുന്നു. ഒരുപക്ഷെ ഈ ലോറി പോലും മോഷ്ടിച്ചതാകാനാണ് പോലീസിൻ്റെ സംശയമുള്ളത്. ഈ ലോറി പോലും ഒരുപക്ഷെ ഇവർ മോഷ്ടിച്ചിരിക്കാം എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ സംശയം. ഈ കടത്തിക്കൊണ്ടുവന്ന കാറ് ഇവരെങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളത് സംബന്ധിച്ചാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഇത് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു കേസാണ്. മുൻപ് കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദുരൂഹതകൾ. കാരണം ഇത്തരത്തിൽ കാറുകൾ കടത്തിക്കൊണ്ടുവരികയും കടത്തിക്കൊണ്ടുവരുന്ന കാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ATM സെന്ററുകൾ കൊള്ളയടിക്കുകയും ആ പണം പിന്നീട് വലിയ വലിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംഘം. ആ സംഘത്തിൽപ്പെട്ട ആളുകളാണോ ഇവരെന്ന് വരെ സംശയിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 പേരെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഈ 3 പേരുമുണ്ട്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതിനിടയിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്, അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് ഇയാൾ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്, അക്കാര്യത്തെക്കുറിച്ച് പോലീസിനെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അക്കാര്യങ്ങളെല്ലാം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 പേർ ഇന്ന് പുലർച്ചെ 4:30 ഈ 3 പേരും പിടിയിലാവുന്നത്. അതിനുശേഷമാണ് ഒരാൾ ഇക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ATM കൊള്ളയടിക്കുന്ന സംഘമാണോ ഈ കാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള വല്ല
നീക്കങ്ങൾ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഈ കാർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്നെല്ലാം പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ വ്യക്തികൾ തന്നെയാണോ കാർ മോഷ്ടിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ കൂടി ഇനി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ നമ്പർ കൊടുത്തിരിക്കുന്ന കണ്ടെയ്നറിലെ കാറിൽ തന്നെയാണ് മോഷണം നടത്തിയിരിക്കുന്നത് എന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാർ കേരളത്തിൽ എവിടെയാണ് ഇറക്കിയിരിക്കുന്നത്, എങ്ങോട്ടേക്കാണ് ഈ കാർ മാറ്റിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു ഉറപ്പിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. ബിനില്.